നമസ്കാരം. ഹാപ്പി ഗോൾഡൻ ഡയമണ്ട് സ്പോൺസർ ചെയ്യുന്ന ഇന്ന് നമ്മുടെ കൂടെ ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉള്ള ഒരാളാണ്. ആരാണെന്ന് വേറെ ആരുമല്ല, സേതുലക്ഷ്മി അമ്മച്ചിയാണ്. അമ്മച്ചി എല്ലാ ദിവസവും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആട് 3 വരുന്ന 19-ാം തീയതി, മാർച്ച് 19-ാം തീയതി റിലീസാണ്. അപ്പോൾ ആ റിലീസിനോട് അനുബന്ധിച്ച് അമ്മച്ചിയുടെ കുറച്ച് വിശേഷങ്ങളും കൂടി അറിയണം. ഇതുവരെയുള്ള കലാജീവിതങ്ങൾ, നാടകം, സീരിയൽ, അതും കൂടി നമുക്ക് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ആ കൂട്ടത്തിൽ ആട് 3 മറക്കണ്ട, ഈ വരുന്ന മാർച്ച് 19-നാണ്. അപ്പം ആ ഒരു വിശേഷം കൂടി നമ്മളിതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. നമസ്കാരം അമ്മച്ചി. നമസ്കാരം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അമ്മച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അമ്മച്ചി ഇപ്പം കഴിഞ്ഞ എത്ര വർഷമായി ഇപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് സിനിമ, സീരിയൽ, അതുപോലെ തന്നെ നാടകമായിക്കോട്ടെ, നാടകത്തിലാണല്ലോ തുടക്കം. അതെ. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു കാര്യങ്ങളാണ് ഞാൻ അമ്മച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, പ്രേക്ഷകർക്കും കാണുന്നവർക്കും എല്ലാവർക്കും അമ്മച്ചിയെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഒന്ന് പറയാമോ? ഞാൻ ഒരു 23-ാമത്തെ വയസ്സിൽ, അല്ല അതിനു മുമ്പേ ഡാൻസ് പഠിച്ചു. ഞാൻ എൻ്റെ വീട്ടിലൊരു മാഷ് വന്ന് ഡാൻസ് പഠിപ്പിച്ച്, അപ്പോഴും ഞാൻ ഡാൻസ് പഠിച്ച്. 23-ാമത്തെ വയസ്സിലായിരുന്നു? 23-ലല്ല, 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്നിട്ട് ഡാൻസ് പഠിക്കുന്നത് മാഷ് 5 മണിക്ക് ഡാൻസ്, സന്ധ്യയ്ക്ക് 5 മണിക്ക് സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ച് അവിടെ കൊച്ചു കൊച്ചു തിയേറ്ററുകളിലും അവിടെ ഇവിടെയൊക്കെ ഡാൻസിന് കൊണ്ടുപോകുമായിരുന്നു. എങ്ങനെ കൊണ്ടുപോകണം, ഇന്നാണ് പൈസയ്ക്ക് പോണത്. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ടാണ് നമുക്ക് ഈ ഇതിൻ്റെ ഇതൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അന്ന് മാഷ് കൊണ്ടുപോകുന്നത്, പഠിപ്പിക്കുന്നത്, ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരുന്നത്. മാഷ് ആ വീട്ടിൽ തന്നെ, എൻ്റെ ഒരു ബന്ധു വീടാണ്. എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്ന് ആ സ്ഥലത്തൊക്കെ, അതൊരു ഗ്രാമമാണ് എൻ്റെ വീട്. ആ സ്ഥലത്തുള്ള എല്ലാ കുട്ടികളെയും വിളിച്ച് 10-50 കുട്ടികളുണ്ടായിരുന്നു. നിസ്സാരപ്പെട്ട ശമ്പളമാണ് കൊടുക്കുന്നത്. ആ മാഷിന് ആഹാരം എല്ലാം അവിടെ തന്നെ, താമസമൊക്കെ അവിടെ തന്നെ ആയിരുന്നു, എല്ലാ സൗകര്യങ്ങളും. അങ്ങനത്തെ ഒരു പഴയ തറവാടായിരുന്നു. അപ്പം പഠിച്ച് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് മാഷങ്ങ് പോയി. അതിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരത്തുനിന്ന് ഒരു കുട്ടിയെ ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കാൻ തിയേറ്ററിൽ പോയപ്പോൾ കൊണ്ടുവന്ന്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് ഭയങ്കര അത്ഭുതം വന്ന്. ഞങ്ങളാരും അങ്ങനെ ഇളകി ഡാൻസ് ചെയ്യത്തില്ലെന്ന് മാഷ് പറയുന്നത് മാത്രം ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയാണ് ചെയ്യുന്നത്. ഈ കുട്ടി ആ ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഓടി ഇങ്ങനെ ഇങ്ങോട്ട് ഓടി ഇങ്ങനെ എന്നുവെച്ചാൽ ഇങ്ങനെ ഡാൻസ് ഉണ്ട്. അതെനിക്ക് പെട്ടെന്ന് എനിക്ക് പിടിയിട്ട്. എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തില്ല, എൻ്റെ അനിയത്തിയും ചേർത്തില്ല. ചേച്ചിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ സഹോദരൻ കൊച്ചായിരുന്നു, എൻ്റെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ അമ്മാവനെന്നാണ് വിളിക്കുന്നത് ആ തറവാട്ടിലെ ആളിനെ. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവല്ല, എൻ്റെ അച്ഛൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്, അപ്പച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളിൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ അവരെയൊക്കെ വന്ന പിള്ളേരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ വെളിയിൽ ജനലിൽ കൂടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. എനിക്ക് ഒക്കെ നോക്കും, ആളുകളെയൊക്കെ നോക്കി. ആളുകൾ ആരും കണ്ടില്ലെങ്കിൽ അതുപോലെ ഞാനിങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം അമ്മാവൻ അവിടെ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച്, വാ ഞാൻ ചെന്ന്, നിനക്ക് പഠിക്കണോ? ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ കൊച്ചുങ്ങൾ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് അറിയാം എനിക്ക് ഡാൻസ്. എന്നാൽ അവൻ്റെ കൂടെ ഞാനൊന്ന് എഴുതി ചോദിക്കട്ടെ. ഫോണൊന്നും ഒന്നുമില്ലെന്ന് തോന്നുന്നു, എന്താ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ചോദിച്ചപ്പോൾ അളിയനിഷ്ടമുണ്ടെങ്കിൽ ചേർത്തുള്ളൂ, പഠിപ്പിക്കാൻ പറഞ്ഞ്. അങ്ങനെയാണ് എന്നെ എൻ്റെ അനിയത്തിയും കൂടെ അവിടെ ചേർത്തത്. അപ്പോൾ അവിടെ അന്ന് ഇന്നത്തെ ഡാൻസ് പോലത്തെ അല്ല അന്നത്തെ ഡാൻസ് എന്ന് പറഞ്ഞാൽ അരമണ്ഡലത്തിലിരിക്കണം. നമ്മുടെ ശരീരമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ആ ഡാൻസ് പഠിക്കുന്നത്. അരമണ്ഡലത്തിൽ നിന്ന് അരമണിക്കൂർ നിൽക്കണം, നമ്മുടെ നടുവൊക്കെ കഴിച്ച്. പക്ഷേ എനിക്ക് നടുവുണ്ടാകുന്ന എന്നെ അറിഞ്ഞൂടെ. എനിക്കൊരു കുഴപ്പമില്ല, ഒന്നുമില്ലായിരുന്നു. അനിയത്തിക്കൊന്നും പറ്റത്തില്ല. 50 പിള്ളേരുള്ളത് എല്ലാം അങ്ങ് പോയി. പിന്നെ അവസാനം ഏതാനും കുറച്ച് പിള്ളേർ മാത്രം ഉണ്ടായിരുന്നു. അവസാനം ഞാൻ മാത്രമായി. അപ്പോൾ ഒരു ട്രിവാൻഡ്രത്തു നിന്ന് ഒരു പെങ്കൊച്ച് വന്ന് ഡാൻസ് കളിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഡാൻസ് പഠിപ്പിച്ചു. അപ്പോൾ എൻ്റെ ബന്ധു വീട്ടിൽ. അപ്പോൾ എനിക്കത് അക്കാഡമി പഠിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പോകണമെന്ന് തോന്നി. അങ്ങനെ സംസാരിച്ച് പറഞ്ഞ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഞാനൊക്കെ കൊച്ചല്ലേ, അതറിഞ്ഞൂടല്ലോ. അപ്പോൾ അവരാണുങ്ങൾ തമ്മിൽ സംസാരിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ച് ട്രിവാൻഡ്രം മേട്ടുക്കട അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് പോകണം. അവിടുത്തെ സ്വാതിരുന്നാൾ കോളേജിൽ കൊണ്ട് ചെന്ന് ഡാൻസ് പഠിപ്പിക്കാനാക്കി. ഞാൻ കലാകാരിയാകുന്ന കാര്യമാണ് പറയുന്നത്. ഡാൻസ് പഠിച്ച് നടനഭൂഷണം പാസ്സായി വന്ന്. അപ്പം
എൻ്റെ അച്ഛനെ പട്ടാളം എന്നാണ് വിളിക്കുന്നത്. പട്ടാളത്തിൻ്റെ മുകളിൽ ഭയങ്കര അവിടെ പോയി ഇവിടെ പഠിച്ച് മിടുക്കിയായി. അപ്പോൾ എല്ലാവർക്കും ഡാൻസിന് പഠിക്കണമെന്നൊക്കെയായി കുറേ പിള്ളേർ. പിന്നെ അപ്പോൾ പിള്ളേർ വലുതായി വരുവാണല്ലോ, അവർ ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ പോയി. അങ്ങനെ ആയപ്പോൾ അന്നൊക്കെ ഈ അമേച്ചർ നാടകം എടുക്കുമായിരുന്നു. ഒരു പുസ്തകം CL ജോസ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ പുസ്തകം എടുത്ത് ഒരു നാടകം എടുക്കുക. അപ്പം ആ പട്ടാളത്തിൻ്റെ മോളെ ഒന്ന് വിളിച്ചാൽ കൊള്ളാം. അപ്പം അവനെ വിടുവോ, നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് എന്നോടൊന്നല്ല ചോദിക്കുന്നത്. അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് അമ്മാവന്മാരുമായിട്ടൊക്കെയാണ് ആലോചിക്കുന്നത്. എൻ്റെ അടുത്ത് ആലോചിച്ചിട്ടേ ഇല്ല. അപ്പം പറഞ്ഞാൽ ആര് കൊണ്ടുപോകും, എങ്ങനെയാണ് അത്. അന്ന് ഇന്നത്തെ എനിക്ക് പേടിയൊന്നും ഉള്ളതല്ല. വന്നാൽ ഒന്നായിട്ട് അയ്യോ അവരെ സൂക്ഷിക്കണം, അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ. എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു സംസാരിച്ച്. ഞാൻ കൂടെ പൊക്കോളാം. അടുത്തടുത്തൊക്കെയാണ് അവിടെ എൻ്റെ വീടിൻ്റെ. അമ്മൂമ്മയും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട അന്ന് തൊട്ടൊന്നും ആഹാരമൊന്നും കഴിച്ചൂടാ, അന്യ വീട്ടിൽ പോയാൽ അതങ്ങനെ. അവിടെ നിന്ന് ഒരു വക കഴിക്കരുത് കേട്ടോ, ഒറ്റ വക കഴിക്കരുത്, വിളിച്ചാൽ വേണ്ട കഴിച്ചെന്ന് പറയണം. ഞാൻ നല്ലതുപോലെ കഴിച്ചിട്ട് കേണി പോകണമെങ്കിലും അവിടുത്തെ ഒരു അമ്മൂമ്മ രാത്രി ചോറാണ് അവിടെ. അപ്പം എല്ലാ വീട്ടിലും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ എന്തോന്ന്, എനിക്ക് അന്ന് ഈ നാണവും ഒന്നുമില്ല, ഒളിച്ചുകളിയില്ല. ഞാൻ പറഞ്ഞു എന്തോന്ന് ചോറ്, അവരടുത്ത് ഇങ്ങനെ കാണിച്ചു തന്ന്. അപ്പോൾ നല്ല മീൻ പൊരിച്ചതും അതും ഇതും. എന്നൊന്നും നമുക്ക് അങ്ങനെ മീനൊന്നും പൊരിച്ചു തരത്തില്ല, പട്ടാളമാണെങ്കിലും ആരാണെങ്കിലും. അങ്ങനെ ആ അമ്മൂമ്മ എന്നെ ആഹാരം കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൂമ്മ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണത്തില്ല, വരാൻ പറഞ്ഞു. വന്നേന്ന് കഴിച്ച്. ഞാൻ അത്രയും രുചിയുള്ള ആഹാരം കഴിച്ചിട്ടില്ല. അതൊരു പണ്ടത്തെ ഒരു സിംഗപ്പൂരുകാരായിരുന്നു അവർ, ഇത്രയും അത്. അപ്പം ഞാൻ അങ്ങനെ അവിടുന്ന് കഴിച്ച് ഒരാഴ്ചത്തെ റിഹേഴ്സൽ കഴിഞ്ഞ് അന്ന് പെണ്ണുങ്ങൾ വേഷം കെട്ടത്തില്ല, ഞാൻ നാടകത്തിന് ഇറങ്ങത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനാണ് അന്നൊരു പെണ്ണ് വേണം. ആണുങ്ങളാണ് പെൺവേഷം കെട്ടുന്നത്, ഒരു അമേച്ചൂർ നാടകം കളിക്കുമ്പോൾ. പക്ഷേ ഞാൻ നാടകം കളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അഭിപ്രായം. അതവിടെയൊക്കെ അധികം വീടുകളൊന്നുമില്ല ആ സ്ഥലത്തൊക്കെ. അതങ്ങ് നല്ലതായി. ഇത് അറിഞ്ഞ് കേട്ട് പല സ്ഥലത്തുനിന്ന് ഇത് കണക്കുള്ളവർ എന്നെ വിളിക്കാൻ വരുന്നു. വീട്ടിൽ തടസ്സമായി, ഇങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല, പഠിച്ച് പാസ്സായി അത് മതി, ഇനിയിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് സ്കൂളിൽ ചേർന്ന് പഠിച്ച് എവിടെയെങ്കിലും ഒരു കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ഒരു വാദ്യാരി എങ്ങാനും കണ്ടുപിടിച്ച് കെട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം. ഞാൻ എൻ്റെ എല്ലാവർക്കും നിർബന്ധം അങ്ങനെയായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്ക് ഡാൻസ് കളിക്കണം, അതുകൊണ്ട് എനിക്ക് നാടകവും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് അമേച്ചൂർ നാടകം എല്ലാം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. അവസാനം എന്തായാലും കൊള്ളാം, ഇങ്ങനെ ഞാൻ പഠിക്കാനൊക്കെ വലിയ മണ്ടിയായി പോയി എന്ന് തന്നെ ഞാൻ പറയുന്നത്. പഠിക്കാൻ മണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അമ്മച്ചിക്കൊരു സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പം അമ്മച്ചിക്കൊരു സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ SSLCക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വായിച്ചിട്ട് അതിങ്ങനെ മനപ്പാടമാക്കുവാണ്. സത്യം കേട്ടോ, ഞാനത് കരുതി പറഞ്ഞ. ഞാൻ അന്ന് ഒരു പ്രാവശ്യം ഞാനിത് കണ്ടപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് തന്നപ്പോഴത്തേക്ക് അമ്മച്ചി അങ്ങ് ഇരുന്ന് പഠിക്കുക, അങ്ങനെ ഇങ്ങനെ ഇരുന്ന് വായിച്ച് പഠിക്കുക. ആ സ്ക്രിപ്റ്റ് അങ്ങോട്ട് വായിച്ച് പഠിച്ച് അത് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ഞാൻ പറഞ്ഞത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ കാണാപ്പാഠം പഠിക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ അപ്പോൾ അമ്മച്ചിക്ക് നല്ലതായിട്ട് അത് ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ ഇരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഈ പ്രായത്തിലും അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഈ സീരിയലിന് സ്ക്രിപ്റ്റ് നമ്മളെ അമ്മച്ചൊന്ന് നോക്ക്, ഞാൻ കൊടുത്ത്. പിന്നെ അഥവാ എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് വീണാൽ അനുയോജ്യമാണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. സിനിമയ്ക്കും അതുപോലെ തന്നെ. ഒരു 3 അസോസിയേറ്റൊക്കെ കാണും, ഒരാൾ വന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഉറച്ച് കഴിഞ്ഞ് നമുക്കതറിയാം. പിന്നെ അപ്പം അങ്ങനെ ഇപ്പം എല്ലാവരും പറയും എൻ്റെ ദൈവമേ ഇതുപോലെ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആരാവുമായിരുന്നെന്നൊക്കെ എന്നെ കളിയാക്കും. ഞാൻ പറയും പോട്ട് സാരമില്ല. ഞാൻ പറഞ്ഞത് പഠിക്കാൻ മോശമാണെങ്കിലും ഈ ഒരു കാര്യത്തിനൊക്കെ നന്നായിട്ട്, അതായത് ഇത്രയും നല്ലതായിട്ട്, കാരണം എനിക്ക് ഹിസ്റ്ററിയൊക്കെ ഒറ്റ വാക്കിൽ അങ്ങോട്ട്. എനിക്ക് പഠിത്തം ഒന്ന് പ്രധാന, പഠിത്തത്തിൻ്റെ വിലയൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ആട്ടം എന്നെ വീട്ടുകാർ വിളിക്കുന്ന ആട്ടക്കാരി എന്നായിരുന്നു. അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം ഞാൻ തിരഞ്ഞെടുത്ത, അത് ചുരുക്കി ഇത്രയേ ഉള്ളൂ, ബാക്കി ഒന്നും ചോദിക്കരുത്, ഒന്നും പറയത്തില്ല എൻ്റെ അതൊന്നും. ഞാൻ ഇഷ്ടപ്പെട്ടത്, എനിക്ക് പണക്കാരനെന്നോ പാവങ്ങളോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. കാണാൻ നല്ലൊരാൾ, ഒരു മേക്കപ്പുകാരൻ, അങ്ങനെ വരയ്ക്കുന്ന. ഇയാൾ കല്യാണം കഴിക്കാമെങ്കിൽ എന്നെ ഇതിനൊക്കെ കൊണ്ടുപോകുമോ, ഇതെൻ്റെ മനസ്സിൽ തോന്നി ഞാനൊരു അബദ്ധം കാണിച്ചതാണ്. സത്യം എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. കാരണം പിന്നെയാണ് ജീവിതം തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്. നമുക്ക് വീട്ടിൽ കയ്യോ കഴുകത്തോലും ഇല്ല. സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്ക് നേരെ അങ്ങ് ഓടും, ബുക്കും കൊണ്ടിറങ്ങിയിട്ട് ചോറ് 4 മണിക്കും ചോറ്, ഉച്ചയ്ക്ക് കഞ്ഞി ആയാലും ആയി, രാത്രി ചോറ്, അല്ലാതെ ഇങ്ങനെ രാവിലെ ദോശ വല്ലപ്പോഴും,
പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നതെന്ന്. അങ്ങനത്തെ ജീവിതം അന്നത്തെ ആ കാലം ഒരു ചിന്തിക്കും. കാലത്ത് അത്രയും അങ്ങനെയായിരുന്നു. ആ. ബുദ്ധിമുട്ടുള്ള ഒരു പലരും സമയമാണ്. അങ്ങനെ അതെ, അതെ, തന്നെയാണ്. അതെ, അതെ. ചക്കയും അതും ഒക്കെ ഇട്ട് അത് അപ്പോഴത്തുള്ള പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് പോട്ടെ. അങ്ങനെ കലാകാരിയായി ഞാൻ അങ്ങ് പോയി. എൻ്റെ വീട്ടിൽ അതിൻ്റെ ഇടയിലുണ്ടായ ദുഃഖങ്ങളും ഭയങ്കര, അപ്പം നമ്മളെ അങ്ങ് കളയും, പിന്നെ നമ്മളെ വീട്ടിൽ കയറ്റത്തില്ല. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നെന്ന്. ഞാനങ്ങ് പോയി. എനിക്ക് സങ്കടമില്ല, ഒന്നുമില്ല. എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം. ഡാൻസ് പഠിപ്പിക്കുന്നു, അതിന് പോണ്, ഇതിന് പോണ്, നാടകത്തിന് പോണ്. സ്കൂളുകളിലൊക്കെ ഞാനായിരുന്നു അന്നത്തെ ഡാൻസ് ടീച്ചർ. ശരി. വിമല ഹൃദയം, അവിടെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ്, അവിടെയൊക്കെ മാസ ശമ്പളത്തിനാണ് പഠിപ്പിച്ചുകൊണ്ട് ചുള്ളൻ. അങ്ങനെ ആയി ജീവിച്ച് ഞാൻ എൻ്റെ വീട്ടുകാരെയൊക്കെ മറന്ന്. അമ്മയ്ക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അച്ഛൻ്റെ സഹോദരിമാർ, എൻ്റെ അച്ഛൻ്റെ സഹോദരിയൊക്കെ കെട്ടിക്കുന്ന ഭയങ്കര ജന്മികളെന്നാണ് പറയുന്നത്, ഉദ്യോഗസ്ഥരല്ല. എന്നെ അക്കച്ചി എന്നാണ് വിളിക്കുന്നത് എൻ്റെ അമ്മയെ. അവളുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ പുടവയിലും ചേർക്കത്തില്ല, നമ്മുടെ ഒരു മരണത്തിനും ഒന്നും പോകത്തില്ല. അമ്മയ്ക്ക് എന്നെ കാണണം. വർഷങ്ങൾ കഴിഞ്ഞ് പോവുകയാണ്. മക്കളുണ്ടായി, 1, 2, 3, 4 മക്കളെ പ്രസവിച്ച് ഞാൻ. അപ്പോൾ ആരുമില്ല, അയൽവാസിയൊക്കെ വലിയ ഇഷ്ടം. അങ്ങനെ അവിടെ അതങ്ങ് പൊക്കോട്ടെ. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. പിന്നെ നാടകം കളിച്ച് ജീവിക്കാനും പറ്റത്തുള്ളൂ. അമേച്വർ നാടകം കുറേ കളിച്ച്. അതിനുശേഷം എനിക്കൊരു പ്രൊഫഷണൽ നാടകത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അന്നൊക്കെ ആരും എന്നെ വിളിക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ വന്ന് അതും ഹിറ്റായി. പിന്നെ അങ്ങോട്ട് പോയി നാടകങ്ങൾ കഴിഞ്ഞ് ചെന്ന് തൊടുന്നതെല്ലാം പൊന്നായിട്ട് മാറി. പിന്നെ മത്സരങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്ക് 4 നാടകം. അപ്പം ആദ്യമൊന്നും മത്സരമില്ലായിരുന്നു. മത്സരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നാടകത്തിന് പ്രൈസ്, രണ്ടാമത്തെ നാടകത്തിന്, മൂന്നാമത്തെ നാടകത്തിന് സഹനടിയും അല്ലാതെ 4 അവാർഡുകളും വാങ്ങിച്ചു ഞാൻ നാടകത്തിന്. അപ്പോൾ ഈ ജേർണലിസ്റ്റൊക്കെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് പോകണം. അങ്ങനെ അപ്പോൾ പേപ്പറുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് ഇത് അവാർഡ്, പേപ്പർ വായിക്കുന്നവരും ഉണ്ടല്ലോ അന്ന്, ഇത് അവാർഡ് 4 നടി, ഇത് ആര് എന്ന് കരുതിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എന്നെ കിട്ടി. എന്നെ കണ്ട് കിട്ടിയായിരിക്കും, അതൊന്നും കഴിഞ്ഞിട്ട് അവസാനം ഒരു സൂര്യോദയം. അപ്പം എന്നെ ഒരു ബാലചന്ദ്ര മേനോൻ സാർ കൊല്ലത്തുള്ളതാണ്. ഞാൻ മലയാളം ദൂരദർശൻ ചാനൽ അല്ലേ, പഴയ ദൂരദർശൻ. അതെ. അപ്പോൾ എന്നെ വന്ന് എന്നെ ഈ നടി അവരായിരിക്കും എന്ന് വെച്ചാൽ കൊല്ലത്തുള്ളവരാണല്ലോ എന്ന് കരുതി സൂര്യോദയത്തിൽ ഒരു സീരിയൽ എന്നെ വിളിച്ച് ഞാനത് നല്ല, അതും മനോഹരമായിട്ട് തന്നെ ചെയ്ത്. ഇത് പച്ചക്കറി വിൽക്കാൻ നടക്കുന്നത് വിളിച്ച് അമ്മ എന്നൊക്കെ കൊണ്ട് കഴിഞ്ഞ് അവിടെ കൊണ്ടിട്ട് ചിമ്മാട് ചുമ്മും ഇങ്ങനെയുള്ള പോലെ അതൊക്കെ ഇട്ട് അതിരുന്ന് ഇങ്ങനെ അഭിനയിക്കുന്നത്. കൊള്ളാമല്ലോ. സത്യനന്ദിക്കാട് സാറ് ഈ സൂര്യോദയം ബാലേന്ദ്ര മേനോനാണെന്ന് പറഞ്ഞ് കണ്ട് അവിടം തൊട്ടാണ് ഞാനൊരു സിനിമാക്കാരിയാവുന്നത്. ഇതിൻ്റെ ഇടയിൽ സീരിയലുകൾ ചെയ്യുന്നത്, പിന്നെ വേറെ ഒക്കെ വരുന്നത്. അങ്ങനെ ബാലേന്ദ്ര മേനോൻ സാറ് എൻ്റെ നമ്പരൊക്കെ ചോദിച്ചു. അയാൾ വലിയ സിനിമാക്കാരനാണ്. ആര്? സത്യനന്ദിക്കാട് സാറ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അസോസിയേറ്റ് എടുത്ത് പട്ടാഴി ഉണ്ണികൃഷ്ണൻ, എനിക്ക് ഓർമ്മയുണ്ട്, നമ്പർ തപ്പാൻ പറഞ്ഞു. നമ്പർ പെട്ടെന്ന് തന്നെ കിട്ടി. എങ്ങനെ കിട്ടിയാൽ അതൊന്നും എനിക്കറിയില്ല. കിട്ടി. നികുഞ്ചം എസ്റ്റേറ്റ് പൂജപ്പുര, അവിടെ കുറേ ഫോട്ടോകൾ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നാടക സമിതി ഉണ്ടായി, ചിറയൻകീഴ് അനുഗ്രഹ. അപ്പം ഞാൻ വേറെ നാടകത്തിൽ കളിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ഞങ്ങളിതെടുത്ത് ഞാൻ ഫോട്ടോ അവിടെ കൊടുത്ത്. കൂടെ ഞങ്ങളുടെ സമിതിയിൽ അഭിനയിക്കുന്ന ഒരു ചെറുക്കൻ, അവനിപ്പം അമൃതയിൽ ചാനലിൽ എന്തൊക്കെ ചെയ്യുവാണ്, അങ്ങനത്തെ ഒരു ചെറുക്കനാണ്, ഗിരീഷ് എന്ന് പറയും. അവൻ കൊടുത്ത് അപ്പോഴത്തേക്കാണ് ഈ സൂര്യോദയം സത്യനന്ദിക്കാട് സാർ പറഞ്ഞ് ബാലേന്ദ്ര മേനോൻ കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ കൊള്ളാലോ, നന്നായിരിക്കുന്നല്ലോ സൂര്യോദയം. പച്ചക്കറി വിൽക്കാൻ കൊണ്ടുപോകണത് ഇതുപോലത്തെ ഒരു വേഷം, തേങ്ങ ചുമന്നുകൊണ്ട് വരണം. എനിക്ക് ഒരു വലിയ ഇതിനകത്ത് ചുമന്നുകൊണ്ട് വന്ന് അവിടെ ഇറക്കി വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഈ രസതന്ത്രത്തിന് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്ര മേനോൻ സാറ് പട്ടാടി ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഏൽപ്പിച്ചത്. അങ്ങനെ രസതന്ത്രത്തിൽ ചെന്ന് വലിയ വേഷമൊന്നുമല്ല, ചെറിയ വേഷം മതിയല്ലോ. അത് നന്നായിരിക്കുന്നു, ചെയ്തത് നന്നായിരിക്കുന്നു. അപ്പം രസതന്ത്രം. അടുത്തത് വിനോദയാത്ര സിനിമ. അപ്പോഴും ഞാൻ നാടൻ കളിക്കുക. വിനോദയാത്രയിലും സത്യനന്ദിക്കാട് സാറിൻ്റെ ഇന്നത്തെ ചിന്താ വിഷയം, അതിലൊരു ഹെഡ് മിസ്ട്രസ്. വേഷങ്ങൾ കുറച്ചാണെങ്കിലും മാറി വരുന്നുണ്ട്. ഭാഗ്യദേവത. എനിക്ക് ഇതൊന്നും പിടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് മാർക്കറ്റ് കൂടി സീരിയലായി. സീരിയലിലും ഉണ്ട്. ഒരു ദിവസം ഞാൻ സാറിൻ്റെ പിന്നെ ഭാഗ്യദേവതയിലും പോയി, സീരിയലും ഉണ്ട്, എൻ്റെ നാടകവും ഉണ്ട്. ഭാഗ്യദേവതയിൽ കുറച്ച് നല്ല രീതിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, സാറ് എന്നെ വിളിക്കുന്ന, എനിക്ക് പോകണം. ആലപ്പുഴ അവിടെ അങ്ങോട്ട് വെച്ചായിരുന്നു, ആ ഒരു സ്ഥലത്തിൻ്റെ അങ്ങോട്ട് വെച്ചായിരുന്നു. ചെറുതായി പോയത്. ആ വേഷം ഇത് നേരത്തെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു. എനിക്കപ്പോൾ
സീരിയലിലോട്ട് പോകണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് താമസിക്കണ്ടേ. അതെ അതെ അതെ. ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ അവരാരും അവിടെ ഇല്ല. മണി 3 ആവുന്നു അവിടെ ചെന്നപ്പോൾ. നേരം വെളുത്ത് 7 മണിക്കൊക്കെയാണ് സീരിയൽ തുടങ്ങുന്നത്, 9-9:30 വരെ. അതില്ല. പിന്നെ അന്ന് തന്നെ നാടകമുണ്ട് ഇത് കഴിഞ്ഞിട്ട്, നെയ്യാറ്റിൻകര കഴിഞ്ഞ് അങ്ങോട്ട് പോകണ സ്ഥലത്ത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു ബസ് കയറിയാണ് ഇതൊക്കെ പോണത്. ബസ്സും കയറി അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. അത് ശരി. ഞാൻ വിശന്നൊക്കെയാണ് പോകുന്നതൊക്കെ വെപ്രാളത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ആഹാരം തന്ന് കഴിച്ച് പെട്ടെന്ന് നാടാൻ, അങ്ങനത്തെ ഒരു ഭയങ്കര സംഭവം നടന്നു. അതിന് ശേഷം സിനിമകൾ പിന്നെയും വരുന്നുണ്ട്. രസേന്ദ്രൻ, വിനോദയാത്ര, ഇന്നത്തെ ചിന്താവിഷയം, ഭാഗ്യദേവത, കഥ തുടരുന്നു. കഥ തുടർന്നിരുന്ന് വിളിച്ചപ്പോൾ എനിക്ക് നാടകമില്ലാത്ത ദിവസം നോക്കിയാണെന്ന് വച്ചത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ്, ചേച്ചി റെഡി ആവണ്ട. ജയറാമിൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അത് കാരണം ജയറാമിന് ഇന്ന് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അടുത്ത ദിവസം പറഞ്ഞപ്പോൾ എനിക്ക് നാടകമുണ്ട്. പിന്നെ അതിൽ പോകാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ജോമോൻ്റെ സുവിശേഷങ്ങൾ അത് ഞാൻ കണ്ടായിരുന്നു. ജോമോൻ്റെ സുവിശേഷം അതിനകത്ത് നല്ലൊരു കോമഡി ആയിട്ടാണ്. അതായത് അമ്മച്ചി സീരിയസ് ആയിട്ടാണ് കാര്യം പറയുന്നതെങ്കിലും നല്ല രീതിയിൽ എല്ലാവർക്കും അതൊരു കോമഡി കുറച്ചേ ഉള്ളെങ്കിലും ജനങ്ങൾക്ക് ഇപ്പോഴും പറയും. ഓരോ സിനിമയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ആ ജോമോൻ്റെ സുവിശേഷങ്ങൾ അതിൽ നടക്കാനിറങ്ങിയിട്ട് മുകേഷിനോട് പറയുന്ന മുകേഷിൻ്റെ അതൊരു ഭയങ്കരമായിട്ടുള്ളത് നല്ല രീതിയിൽ അങ്ങനെ ഞാനൊരു സിനിമാക്കാരിയായി വന്ന് നാടകം കളിച്ചിട്ട് അവസാനം ഞാൻ ഈ രസേന്ദ്രൻ കളിച്ച ഉടനെ പിന്നെ സത്യാനന്ദിക്കട സാറിൻ്റെ അടുത്ത് പറഞ്ഞ്, സാറേ ഞാൻ ഇനി നാടകത്തിന് പോകാൻ നിർത്തട്ടെ, ഞാൻ സിനിമാക്കാരിയായില്ല. ആയില്ല, ഒന്നും ആയില്ല. നാടകത്തിന് പോകണം, നാടകം നടത്തണം, എന്നാലല്ലേ നമുക്ക് ഇതൊരു സിനിമ കൊണ്ടൊന്നും ആയില്ല, ഒന്നും. ഞാൻ ചുമ്മാ സിനിമാക്കാരിയായെന്ന് ആളുകൾ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ. അവസാനം ഞാൻ എന്തായാലും ഒരു ഇതിൻ്റെ ഇടയിൽ കൊച്ചു സിനിമകളൊക്കെ ചെയ്യുന്ന ഒരുപാട് സിനിമയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പടം വന്നു, ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ട്. എനിക്കും ചിരിക്കാനും ഉണ്ട് കരയാനും ഉണ്ട് എല്ലാം ഉള്ളൊരു പടമായിരുന്നു ആ പടം. വട്ടുചേരൻ. എൻ്റെ കഥ പറയാൻ പറയും എല്ലാവരും, ഇപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കും ചുമ്മാ ഇരുന്ന്. ആ കഥ ഒന്ന് അതിൻ്റെ ആ ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ടോ? സത്യത്തിൽ ഞാൻ ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഒരു എസ്സേ തന്നെയുണ്ട്, അതായത് ഒരു ഹിസ്റ്ററിക്കകത്ത് ഒരു എസ്സേ തന്നെയുണ്ട് ആ ഒരു ഡയലോഗ്. ആ ഡയലോഗ് അമ്മച്ചിക്ക് കാണാപ്പാടം അത് പറഞ്ഞ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. മുരളി ഗോപിയിൽ എന്നെയും കൂടെ എൻ്റെ ജീവചരിത്രം ചോദിക്കും, എന്താണ് ഏതെന്ന്. ഞാൻ പറയും, പിന്നെ ഒന്നും പറയണ്ട, അവൻ്റെ അച്ഛൻ പണ്ട് കറണ്ട് ഓഫീസിൽ ലയൻമാനായിരുന്നു, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ, സിനിമാ ഭ്രാന്തനെന്ന് പറഞ്ഞാൽ ജയൻ്റെയും സുമാരൻ്റെയും ഏത് പടം വന്നാലും എന്നെയും മോളെയും വലിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ പണ്ട് അങ്ങാടി എന്നും പറഞ്ഞൊരു സിനിമാ പടം ഇറങ്ങിയപ്പോൾ എന്നെ എൻ്റെ മോളെയും, അപ്പം ഇതെൻ്റെ മനസ്സ് മാറുന്നു. മോള് മരിച്ചു പോയ കാര്യം. എൻ്റെ മോൾക്ക് 5-6 വയസ്സായിരുന്നു. ഇത് വന്നാണ് എൻ്റെ മോള് മരിച്ചത്. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിൻ്റെ പെരുവലിൽ നിന്നൊരു രോമാഞ്ചം അങ്ങോട്ട് കയറി. അത് രോമാഞ്ചമല്ലായിരുന്നു, പേറ്റുനോവായിരുന്നു അവരുടെ. പിന്നെ അങ്ങേര് എന്നെ മോളെ വലിച്ചെടുത്തോണ്ടൊരു ഓട്ടമായിരുന്നു. ആശുപത്രി ചെന്ന് കയറിയതും പെറ്റതും ഒരുമിച്ച്. അപ്പം തന്നെ പേര് വിട്ട് ജയേ, വട്ടു ജയേ. അവനറിയല്ലേ ഇങ്ങനെ കുറെ അങ്ങനെ. അവസാനം ഞങ്ങൾ പിരിയുന്നു, മോനും അമ്മയും കൂടെ പിരിയണം അവന്. അപ്പം അവന് എന്നെ പിരിയാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ബാത്റൂമിൽ കയറി പൈപ്പ് തുറന്നിട്ടിട്ട് അവൻ കരയും, ശബ്ദം വെളി വരാതിരിക്കാൻ. ഞാൻ പുറത്ത് അതിൻ്റെ പുറമിലത്തെ അടച്ചിട്ടിരിക്കുന്ന ബാഗിൻ്റെ അവിടെ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കും. അവൻ പെട്ടെന്ന് മുഖമെല്ലാം കഴുകിയിട്ട് ഇറങ്ങി വന്നിട്ട്, അപ്പം ഞാൻ കഥ തുറക്കുമ്പോൾ ഞാനും പെട്ടെന്ന് പിന്നെ പോയാലേ പറ്റൂ, ഞാൻ പോട്ടെ, ഞാൻ പോവുക കേട്ടോ, നിങ്ങളെ അവൾ നോക്കിക്കോളും, അവർ നോക്കിക്കോളും നിങ്ങൾ. ഞാൻ പറയും പോയാലേ പറ്റൂ. അതൊക്കെ കരഞ്ഞുകൊണ്ടാണ്. അവരെവിടെ, അവൻ അങ്ങോട്ടും പോയി, അവൾ ആ വായനശാലയിൽ കാണും, അങ്ങനെ കുറച്ച്. എന്നിട്ടോ ആ ഭാഗമൊക്കെ അവൾ ഇപ്പോഴും പറയും. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്ടർമാർ മൊത്തം എന്നെ ഇങ്ങോട്ട് വിളിക്കുക ചെയ്തത്. പിന്നെ കൺട്രോളർമാരോ മറ്റോരോ മറിച്ചോരോ ആരുമല്ല, പിന്നെ ഡയറക്ടർമാർ എന്നെ വിളിച്ചു, മേജർ രവിവരെ വിളിച്ചെന്നെ, എന്നെ വിളിച്ചു. അപ്പം ഞങ്ങൾ ഭയങ്കര എല്ലാവരും ഇപ്പോൾ വലിയ കൂട്ട് തന്നെയാണ്. എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞ്, നമുക്ക് നടനെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കമൽ സാറിൻ്റെ 4, 3, 5 അത്ര പടത്തിൽ അഭിനയിച്ചു ഞാൻ. ഇനി പേരൊക്കെ മറന്നുപോയി, ആരും എന്നോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും ഫോണിൽ നോക്കണം എൻ്റെ
പേര് പറഞ്ഞ് ഏതാണ്. അപ്പോൾ അതിൽ ഡയറക്ടറുടേതും എൻ്റെ പേര് പിന്നെ അഭിനയിച്ച പടമൊക്കെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആരെ എന്നെ വിളിച്ച് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ നോക്കാനാണ് പറഞ്ഞത്, ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. എനിക്കതൊന്നും ഓർമ്മയില്ല, കാരണം എനിക്ക് ഇപ്പം പ്രായം ഒത്തിരി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം എനിക്ക് 83 വയസ്സായി. 83 ഞാൻ വയസ്സ്. പക്ഷെ പറയത്തില്ല. പക്ഷേ ഈ 83ാമത്തെ വയസ്സിൽ അമ്മച്ചി ഡയലോഗ് മറക്കാതെ പറയുന്നുണ്ടല്ലോ. കണ്ണുപെടുന്ന ആളുകൾ എനിക്ക് കണ്ണുപെടും, എനിക്ക് പേടിയാ. പിന്നെ ഇന്നലെ അവിടെ ഒരു കോന്നിയിലൊരു അമ്പലമുണ്ട്, മോൻ ഭയങ്കര അമ്പലവിശ്വാസിയാണ്. ഇതൊന്നും ഞാൻ വിശ്വസിക്കാത്ത സാധനമാണ്. പോയിട്ട് വന്നപ്പോൾ മമ്മി കൂടെ കുഴഞ്ഞു വീഴുന്നു മറിയുന്നു എന്നൊക്കെ പറയുന്നു. ഇത് കെട്ടാൻ ഇനി അവൻ്റെ ബുദ്ധിമുട്ട് ഇന്നലെ കെട്ടിയതാണ് ഇത്. ഞാൻ ഇതുവരെ വന്നപ്പോൾ ഇല്ലല്ലോ, ഞാൻ അങ്ങ് സമ്മതിച്ചു കിടക്കട്ടോടാ, എനിക്കെന്ത്. ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. അതവിടെ കിടക്കട്ടത്. അവൻ്റെ ഇഷ്ടത്തിന്, നമ്മൾ ആരുടെ ഇഷ്ടത്തിന് കൊള്ളാവുന്ന കാര്യങ്ങൾക്ക് ഇഷ്ടത്തിന് നമ്മൾ നിന്ന് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കരാരിയായതും. അങ്ങനെ വന്ന് ഇപ്പോഴും പിന്നെ കൊറോണ വരെ തകർത്ത സിനിമയായിരുന്നു. അതെ അതെ അതെ. നാടകത്തിന് 4 അവാർഡ് കിട്ടി. സിനിമയ്ക്ക് ഹവോൾഡാറിയുടെ വിശേഷങ്ങൾ അറിയോ? മഞ്ജു വാര്യരുടെ തിരിച്ചുവരവാണ്. അപ്പോൾ ഈ മഞ്ജു വാര്യർ എന്ന് കേട്ടാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പെണ്ണായിരുന്നു. മീര ജാസ്മിൻ്റെ കൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ല എല്ലാവരും നല്ലവരാണ്, എന്നോട് പെരുമാറുന്നതൊക്കെ അങ്ങനെയാണ്. മഞ്ജു വാര്യർ, പിന്നെ മീര ജാസ്മിൻ, കാവ്യ മാധവൻ എന്ന് വേണ്ട എല്ലാവർക്കും എന്നെ ജീവനാണ്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പെൺപിള്ളേർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, യോ അവരെ കൂടെ പിടിച്ച് നിൽക്കാൻ അവളൊന്നും എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. യോ ആ കൊച്ചെന്ന് പറയും അവരെ കൂടെ എനിക്ക് പറ്റത്തില്ല, അവരോട് ഒന്നും പിടിച്ച് നിൽക്കാൻ എനിക്ക്, ഞാൻ നാടകക്കാരിയാണ്. അതൊക്കെ പറ്റും, ഞങ്ങൾ കണ്ടിട്ടല്ലേ വിളിക്കുന്നത് എന്നും പറഞ്ഞോട് വിളിച്ച്. ഇപ്പം റോഷൻ ഞാൻ നിരന്നിരിക്കുകയായിരുന്നു ഇവിടെ ഒരു റോഡിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എന്നെ വിളിച്ച ആളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ വല്ലതും പറഞ്ഞു തരുന്നെങ്കിൽ സൗമ്യതയിൽ, അങ്ങനെയല്ല അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ഞാൻ പിന്നെ അവിടെ നിൽക്കത്തില്ല, എന്നെ അപ്പോഴേ വീട്ടിൽ കൊണ്ടാക്കണം. ഞാൻ പിന്നെ അഭിനയിക്കത്തില്ല ദേഷ്യപ്പെട്ടെന്ന് ഒന്നുമില്ല. കാരണം ഇയാളോട് ഇരിക്കുക, ഞാൻ പറയും ചില ഡയറക്ടേഴ്സ് ഉണ്ട് എന്തോന്നിത് ഒരു നിക്കറും ഒക്കെ ഇട്ട് തൊപ്പിയും വെച്ചോണ്ട് ഞാൻ അതൊക്കെ കാണും ഷൂട്ടിങ്ങൊക്കെ, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് അടുത്തിരിക്കുക, ഞാനാണ് റോഷൻ ആൻഡ്രൂസ്. ഞാൻ പറഞ്ഞു അത് നേരത്തെ പറയണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ. എല്ലാ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ചില ഡയറക്ടർമാർ അങ്ങനെയെന്നാണ് പറഞ്ഞത്, ദേഷ്യപ്പെടരുത് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ഇപ്പം മഞ്ജു വാര്യർ ഞങ്ങളിരിക്കുകയാണ്, എല്ലാം ആയി സമയമായി. മഞ്ജു വാര്യർ ഇങ്ങനെ കൂടെ അസിസ്റ്റൻ്റൊക്കെ ഉണ്ട്, കൊടയും പിടിച്ചിങ്ങനെ വരുന്നപ്പോൾ എനിക്കങ്ങ് കയ്യും കാലം മറയ്ക്കുന്നു. ഞാൻ എന്തോ കാണിക്കുക അവരുടെ മുമ്പിലെന്ന്. ഓടി വന്നിട്ട് അവരെല്ലാം ഓഡിഷനായിട്ടാണോ? അപ്പോൾ ഓഡിഷൻ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഓഡിഷൻ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഇന്നോരം അങ്ങനെ പോയിട്ടില്ല. അല്ല, ഞാൻ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എല്ലാവരും ആളുകളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അഭിനയിക്കുന്ന ആ ടൈമിനുള്ള കാര്യം പറയണം. കാണികൾ ഇഷ്ടം പോലെ. അപ്പം ഓടി ഇങ്ങനെ വരുന്നത്, അത് നോക്കുന്ന രസം, നല്ല രസമാണ്. ഞാൻ വാഴയുടെ ഇടയിൽ കൂടെ ഞാൻ നോക്കി ഓടി ഇങ്ങനെ വരും. വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിക്കും. ഇപ്പോൾ അതൊക്കെ നല്ലതായിരുന്നു. എന്നിട്ട് ഇത്രയും നാൾ ഇത് എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമില്ലേ, ഇതിപ്പോഴാണ് എനിക്ക് സമയം. അയ്യോ എന്നേ വന്ന് രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു ശരി ഇപ്പോഴും വന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ ആ സഹകരണം, അതാണ്. അവർ എന്തെങ്കിലും മുഖം കൊണ്ട് കാണിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ പിന്നെ ഇല്ല, ഇങ്ങനെ കാണിച്ച് എനിക്ക് ഭയങ്കര പ്രോത്സാഹനം തന്നൊരു കുട്ടിയാണത്. ഇപ്പോഴാണ് ഞാൻ കുട്ടീനെ വിളിക്കുന്നത്. മറ്റേത് ഇവർ യോ മഞ്ജു വാര്യർ അവരുടെ ഓരോ സിനിമയും. അല്ല, മഞ്ജു വാര്യരുടെ കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, മഞ്ജു വാര്യരുടെ കൂടെ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടു. അതായത് ഇപ്പം എനിക്ക് ആ സിനിമയുടെ പേര് ഓർക്കുന്നില്ല. ആ പേര് ഐശ്വര്യ, അതായത് കുട്ടിയായിട്ട് അഭിനയിച്ചതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി മഞ്ജു വാര്യർ വീട്ടു ജോലിക്ക് പോകുന്നു. പിന്നെ +2 പഠിക്കാൻ പോകുന്നു. മഞ്ജു വാര്യർ അവസാനം 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു മോളുടെ കൂടെ തന്നെ. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു മകളും മഞ്ജു വാര്യരും കട്ടക്കായിട്ടാണ് നിന്നത്. അപ്പോൾ അത്രയും കട്ടക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യരുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവിടെ. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുകയല്ല, അത്രയും പവർഫുള്ളാണ്.
അങ്ങനെ അവസാനം എന്തായാലും അഭിനയിച്ചു. ആ, പിന്നെ എന്നിട്ട് അപ്പോഴും വീണ്ടും സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അഭിനയിച്ച് കഴിഞ്ഞിട്ട്. ഒരു പടം അങ്ങ് അവിടെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തുടക്കം വിളക്ക് കത്തിപ്പൊക്കെ ഉണ്ടല്ലോ, തുടക്കം അത് സിനിമയല്ല, തുടങ്ങുന്നതിനൊരു പൂജയൊക്കെ ഉണ്ട്. പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ പോയി എന്നെ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരുത്തി അമ്പലത്തിൽ പോയി തൊഴുത് ദക്ഷിണ കൊടുത്ത് ഇത് വാങ്ങിച്ചും കൊണ്ട് തിരിച്ച് ഇറങ്ങി വരുന്ന ഒരു രംഗം മാത്രം ആയിരുന്നു എൻ്റെ അന്നത്തെ. അത് സിനിമയില്ല. എന്നിട്ട് ഞാൻ ട്രെയിനിൽ കയറ്റി എന്നെ വിട്ട് ട്രെയിനിൽ വരുമ്പോഴത്തേക്ക് ഒരു ഫോൺ വരുന്നു, ഒരാൾ ഇതിൻ്റെ സിനിമയിൽ വന്ന് അവാർഡുണ്ട്. ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, നിങ്ങൾ Award അറിയിക്കാത്ത അവാർഡ് അറിയാമല്ലോ സിനിമയിൽ. ഞാൻ പറഞ്ഞ് സേതുലക്ഷ്മി, ഞാൻ പറഞ്ഞ് അയ്യോ മഞ്ജു വാര്യർക്കില്ലേ, ഞാൻ പെട്ടെന്ന് ചോദിച്ചു. ഇല്ല നിങ്ങൾക്കാണ് വന്നത്. ഞാൻ പറഞ്ഞ് സേതുലക്ഷ്മി എന്ന് പറഞ്ഞ് വേറൊരു നടിയുണ്ട് അതെനിക്കറിയാം. അപ്പോൾ ഹവോൾഡറിൽ അവർ അഭിനയിച്ചോ? ഞാൻ പറഞ്ഞ് അല്ല ഹവോൾഡറിൽ അഭിനയിച്ച ഞാനാ. അപ്പം നിങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞാണ് എനിക്കൊരു അവാർഡ് കിട്ടുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ സീരിയലുകൾ സിനിമകൾ ഇത് വന്ന് മറിയുമായിരുന്നു. ഒരു ദിവസം 2 സിനിമയൊക്കെയാണ്. ഇവിടെ സിനിമ നടത്തുമ്പോൾ വണ്ടി വന്ന് നിൽക്കാൻ അടുത്തടുത്തൊക്കെ പോകാം, അത്ര സിനിമ. കൊറോണ വന്ന് അങ്ങ് തീർന്ന്, പണത്തിന് മാന്ദ്യം വന്ന്, പ്രൊഡ്യൂസേഴ്സ് ഇല്ലാതെയായി, അങ്ങനെയായി. അത് കഴിഞ്ഞ് സിനിമയുടെ ട്രെൻഡും അങ്ങ് മാറി. അതെ അതെ അമ്മയില്ല, അമ്മുമ്മയില്ല, വേലക്കാരിയില്ല, മറ്റവരില്ല, എനിക്കതൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. അതില്ലാതായി. ഞാൻ ഇല്ലെങ്കിൽ വേണ്ട, സീരിയൽ പിടിക്കും. ഉണ്ടല്ലോ. സീരിയൽ ഞാൻ അഭിനയിക്കുന്ന സീരിയലുകൾ ഇവിടെ കൊറോണ ആയപ്പം കന്യാകുമാരി കൊണ്ടുവച്ച് നടത്തി, ഞങ്ങളെല്ലാവരെയും അവിടെ കൊണ്ട്. അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സും ഉണ്ട് എനിക്ക്. അത് നിർത്താതെ പട്ടിണിയായില്ല ഞങ്ങൾ. അങ്ങനെ അതിന് ശേഷം ഇങ്ങനെ വന്ന് സിനിമയ്ക്ക് ഒരു ഇച്ചിരി കുറവുണ്ട്. അതിന് ശേഷം ഒത്തിരി അപ്പോൾ ഉള്ള പടം, അതിന് ശേഷമുള്ള പടങ്ങൾ പുലിമുരുകൻ, മറ്റത് മറിച്ചത്, ഇങ്ങനെ. പുലിമുരുകനകത്തും അമ്മച്ചി നല്ലൊരു കോമഡി ആയിട്ട് നല്ല രീതിയിൽ ആ കോമഡി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു. പിന്നെ രാജാതിരാജ, ഇത് ഒരുപാട് ഉട്ടോപ്പിയിലെ രാജാവ്, എനിക്ക് അറിഞ്ഞുകൂടാത്ത പടം. അത് ഈ ഫോണിൽ കൂടെ വരുമ്പോഴാണ് ഞാനെങ്കിലും എടുത്ത് കാണിച്ചത്, അപ്പോഴേ എനിക്കറിയാവൂ. പിന്നെ ഒത്തിരി പടങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് തിയേറ്ററിൽ വരാതെ പോയ പടങ്ങൾ ഒരുപാട് പടം. അഭിനയിച്ച പടങ്ങളെല്ലാം ഇപ്പോഴും പെട്ടിയിരിക്കുന്ന പടങ്ങളുമുണ്ട്. കാരണം ഒരു പ്രൊഡ്യൂസറല്ല, 3-4 പ്രൊഡ്യൂസർ ചേരും. കുറേ കഴിയുമ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ പക്ഷെ അതിലും നല്ല കഥാപാത്രമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നല്ല കഥയും നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കഥ, ഞാൻ ചെയ്തതെല്ലാം നല്ലതായിരുന്നു. നല്ല പടങ്ങളാണ്. എന്നെ കൊണ്ടാണ് തുടങ്ങിക്കുന്നതൊക്കെ. അന്നത്തെ സമയം അതായിരുന്നു. എന്നിട്ട് ഇപ്പം സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പനിൽ എനിക്കിപ്പോൾ ആ സമയം കിട്ടി. അപ്പോൾ ഡബ്ബിങ്ങിന് എന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എനിക്ക് വേഷം കുറച്ചത്. നിസ്സാരപ്പെട്ടൊരു വാക്ക് ചോദിച്ചിട്ട് എനിക്ക് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യം വന്നായിരുന്നു കേട്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ നായിക വന്നിട്ട് ഒരു മലയാളം അറിഞ്ഞുകൂടാത്തവരാണ് ഉള്ളത്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരി മോളെ എന്ന് പറയും. ഓ ശരി, അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സുരേഷ് ഗോപിയുടെ പടമില്ല. ശരി മോളെ, അത്രയും വേണ്ട. നമ്മൾ പിന്നെ എത്രയും വേണം, ഞാൻ വിടൂല. പിന്നെ എത്രയാണ് വേണ്ടിയത്, കുറച്ചുകൂടെ ഇങ്ങനെ. ഞാൻ പറയാം എങ്ങനെ ശരി മോളെ. ഞാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ ആ വീട്ടിലെ ജോലിക്കാരിയല്ലേ, ശരി മോളെ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഞാൻ ഒതുങ്ങി വേണ്ട സംസാരം. എന്നാലും അത് ഒന്ന് ഞാൻ പറഞ്ഞ് ശരി മോളെ. ഓ അവർ അടിക്കാൻ നിൽക്കുന്ന. ഞാൻ പറയും പിന്നെ എങ്ങനെ വേണം എന്ന് ഞാൻ കൂടെ പറയും, ഡയറക്റ്റ് ആയാലും ആരായാലും. പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് കേൾക്കണ്ടേ. ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്തോളാമെന്ന് പറഞ്ഞ്. അത് ഞാൻ അവിടെ ഡബ് ചെയ്തോളാം. അല്ല ഞാൻ ഇതൊക്കെ കൊണ്ടിവിടെ നിൽക്കുന്നത് എനിക്ക് കേൾക്കാനല്ലേ. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ തുടക്കമാണ് വഴക്കോട്. ഞാൻ പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞാൽ അതങ്ങ് തീർന്നു. പിന്നെ മഴയും അതും തൂപ്പും വാരും അതും പിന്നെ കുറേച്ചേ സിനിമ എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം പോയി. അതിന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമ എടുത്തപ്പോഴത്തേക്ക് ഉച്ചവരെ കുറേ ഭാഗങ്ങൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെരുമഴ, മുണ്ടക്കയം പെരുമഴ. പക്ഷെ നടക്കത്തില്ലല്ലോ മച്ചി, പോയിട്ടെടുക്കാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ല വിധത്തിലും കൊടയൊക്കെ പിടിച്ച് കാറൊക്കെ ഏർപ്പാടാക്കും. അവിടെ നിന്ന് ഇവർ തന്നെ എല്ലാം ഏർപ്പാടാക്കും, അസിസ്റ്റൻറ്റിനെയൊക്കെ ഇവർ ഏർപ്പാടാക്കും. ഞങ്ങളങ്ങ് നാട്ടിൽ വന്ന് പിന്നെ വിളിച്ചപ്പോഴൊന്നും എനിക്ക് പാനത്തില്ല. 3-4 സീരിയലുണ്ട് ഒരു ദിവസമല്ല, മൊത്തം ഞാൻ 3-4 സീരിയൽ അങ്ങ് പിടിക്കും. കാരണം നമുക്ക് വരുമാനം വേണമല്ലോ. നമ്മൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സീരിയലിൽ കൂടിയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇല്ല എനിക്ക്. പിന്നെ ഞാനൊരു സിനിമാക്കാരി ആയി എന്നുള്ളത് എനിക്കൊരു വിശ്വാസം വന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമായി. അപ്പം ഞാൻ
എന്താ ചെയ്യും. അപ്പോഴത്തേക്ക് ഇവർ മെസ്സേജ് അയച്ചു ഇത്രാം തീയതി ഉണ്ടെന്ന്. ഞാൻ മെസ്സേജ് നോക്കത്തുമില്ല, എനിക്ക് അറിഞ്ഞും കൂടെ, ഞാൻ നോക്കാനൊന്നും പോകത്തില്ല. ഫോൺ വിളിച്ച് പറയണം. സിദ്ധു പനിക്കലായിരുന്നു. സിദ്ധു പനിക്കൽ ഇപ്പം ഞങ്ങൾ ഡബ്ബിങ്ങിന് പോയപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് ഞാൻ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. ഇനി മേലൽ പടത്തിൽ വിളിച്ചാൽ എന്നെ അങ്ങനെ വേണം അവരുടെയൊക്കെ പടത്തിന് പറഞ്ഞ് ദൂരെ നിന്ന് എനിക്കിപ്പോൾ അത്ര താല്പര്യവും ഞാൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അങ്ങനെ പറയരുതെന്ന്. അപ്പം കൊറ്റക്കൊമ്പൻ അതിന് നേരത്തെ കുറേ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി തമാശ പോലെയാണ് അത്. ഞാൻ പറഞ്ഞു ഇച്ചിരി എനിക്ക് വേഷമുള്ളൂ, കുറച്ചുകൂടെ വേണമായിരുന്നെന്ന് പറഞ്ഞ് സാരമില്ല നിങ്ങൾ വിളിച്ചിട്ട് വരാഞ്ഞിട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ശരി. ഞങ്ങൾ പിണങ്ങിയ ആളുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് ഞങ്ങൾ സ്നേഹത്തിൽ തന്നെ പിരിഞ്ഞത്. അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചില്ല. പിന്നെ മാർത്താണ്ഡൻ സാറിൻ്റെ ഓട്ടം തുള്ളൽ, അതെനിക്കിഷ്ടമാണ് ആ പടം. കാരണം ഞാൻ ഇത്ര ഒരു കുട്ടിയുടെ അമ്മയായിട്ട് മുടിയെല്ലാം പ്രായം കുറഞ്ഞ അതുകൊണ്ട് ആ കൊച്ചൻ ഇത്ര വലുതാവുന്ന ഒരു ചെറുക്കനായിട്ട് വരും. അപ്പം അവൻ്റെ അമ്മയായിട്ടും ഉണ്ട്. കഥാകൃത്താണ് അത് അഭിനയിക്കുന്നത്, എൻ്റെ മോനായിട്ട്, വലിയ മോനായിട്ട്. ആ കൊച്ചു ചെറുക്കനെ വെച്ചാൽ അയാൾ അവർ നല്ല തകർത്ത് അഭിനയിച്ച സിനിമയാണ്. കൊള്ളാം. അത് കുറേ ഉണ്ട്. അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചില്ല. ഇപ്പം ഇത് ആട് 3 2 ഞാനുണ്ടായിരുന്നു. ആട് 2 ആട് 2 നല്ല രീതിയിൽ, അതായത് അമ്മച്ചി അതിനകത്ത് നന്നായിട്ട് കോമഡി ആയിട്ട്, സീരിയസ് ആയിട്ടാണ് പറയുമെങ്കിലും അത് ഭയങ്കര കോമഡി ആയിട്ടാണ്. അത് കൊള്ളായിരുന്നു. നല്ല എല്ലാവർക്കും പ്രമാണമൊക്കെ ചോദിക്കുന്നതും 50 രൂപയുടെ കപ്പ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പം അതിൻ്റെ ബാക്കി അതും തരക്കേടില്ല, കൊള്ളാം. എനിക്ക് ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്, നല്ല വേഷമാണ്, തരക്കേടില്ലാത്ത വേഷം. ജയസൂര്യ തകർക്കുക. വയ്യ എനിക്ക്. ഇങ്ങനെ ഒരു കോമഡി കാണിക്കുന്ന ഒരു ചെറുക്കനെ എൻ്റെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ശരി. അതിൻ്റെ ജയസൂര്യയുടെ കസിൻ സിസ്റ്റർ എൻ്റെ കൂടെ സീരിയലിൽ അഭിനയിച്ച കറുത്തമുത്ത്, അതിൽ അഭിനയിച്ച പെണ്ണാണ് പ്രേമി എന്ന് പറയും. ആ ഒരു ബന്ധമൊക്കെ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. അതിനിപ്പോൾ 19 റിലീസാവും. നിങ്ങളൊക്കെ പോയി കാണണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് രണ്ടും കൂടി പോയി കാണാം. അപ്പം ആ പടം അങ്ങനെ വന്ന് ഇനിയിപ്പം പടത്തിനൊക്കെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ദൂരെ പോണതിന് പൈസ പ്രശ്നം എനിക്ക് വലിയ ഇതാണ്. ദൂരയാത്ര ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിനിമ പറയുന്നു, നമുക്കിപ്പോൾ ഒരു സിനിമ പറയുമ്പോഴത്തേക്കും അവർ ഉദ്ദേശിക്കുന്ന ഒരു പേയ്മെൻറ്റ് പലരും നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ? ഒരുപാട് അങ്ങനെ ഉള്ളവരും ഉണ്ട്. ഈ പറഞ്ഞ സിനിമകളിലൊന്നും എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല എത്ര വേണമെന്ന്. അതിൻ്റെതായ അന്തസ്സായ രീതിയിൽ എൻ്റെ അക്കൗണ്ടിൽ അങ്ങോട്ടേക്ക് ഇടും. ഇവരാരും നമ്മളതൊന്നും ചോദിക്കണ്ട. ഇപ്പം ചിലർ വിളിക്കുമ്പോൾ എത്രയാണ് അമ്മച്ചി, ഞങ്ങൾ വലിയ പാടുപെട്ട് ഞങ്ങളൊക്കെ കൂടെ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു വിശദീകരണം തരും. വിശദീകരണം തന്നിട്ട് പിന്നെ ഇപ്പം അമ്മച്ചി ഞാൻ പറയുന്നത് കുഴപ്പമില്ല, ഞാൻ വരാം, അമ്മച്ചിയുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയൊക്കെ ഇങ്ങനെ അന്നം പൊന്നിയതുകൊണ്ട് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞ്. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഞങ്ങൾ വളരെ ചുരുക്കിയൊക്കെയാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ദാരിദ്ര്യം പറയും. അപ്പം ഞാൻ പറയാം അങ്ങനെ പറഞ്ഞ പടത്തിന് ഞാൻ റേറ്റ് പറയത്തില്ല, ഞങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ട് അമ്മച്ചിക്ക് തരുന്നത് ഇത്രയെന്ന് പറഞ്ഞാൽ അതെയോ. എന്നാലും അമ്മച്ചി ഞാൻ പറഞ്ഞില്ല, അതിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടൊരു പേയ്മെൻറ്റ് പറഞ്ഞ്. അയ്യോ അങ്ങനത്തേനൊന്നും ഞാൻ വരത്തില്ല, എനിക്ക് നാണക്കേടാണ് അതിനൊക്കെ വരാൻ, ഞാൻ വരത്തില്ല. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നെങ്കിൽ പിന്നെ ഇത് ഇച്ചിരി ദൂരെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ദൂരെ വരെ യാത്ര ചെയ്ത് ഇതിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ വേറെ അവിടെ ഇഷ്ടം പോലെ ആളുകളാണിത്, അല്ല അമ്മച്ചി തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാനങ്ങ് നിർത്തി. അങ്ങനത്തെ ചില പടങ്ങൾ വരും. തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ പോകും. തിരുവനന്തപുരത്താണെങ്കിൽ കുഴപ്പമില്ല, വേഷം കൊള്ളാമെങ്കിൽ ഞാൻ പോകും. തിരുവനന്തപുരത്ത് നമുക്ക് അടുത്ത രാവിലെ വണ്ടി കൊണ്ടുവരും, പോകും, വീട്ടിൽ കൊണ്ടുവന്ന് ട്രെയിനിൽ കയറി അവിടെ ഇറങ്ങി അവിടെ മറ്റേ ഉഗാണ്ടയിൽ നിന്ന് ഇഞ്ഞോരോ കാറും കൊണ്ടുവന്ന് അങ്ങോട്ട് ട്രെയിനില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ ഓരോ സ്ഥലം. അങ്ങനെയാണ് ഞാനത് അങ്ങനെ ഹാപ്പി ഗുഡിൽ വന്ന് ഞാൻ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്റ്റുഡിയോയിലാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യം അമ്മച്ചിക്ക് ചായ കൊണ്ട്, ഇന്നിപ്പോൾ കാപ്പി കൊണ്ട് തന്നതുപോലെ തന്നെ ഞാൻ അമ്മച്ചിക്ക് ചായ കൊണ്ട് തന്നത് ഓർക്കുണ്ടോ? അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചിക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ചോദിച്ചു ചായ വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ചായ കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞ് അമ്മച്ചി മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ചായ കൊണ്ട് കൊടുക്കുക. ഞാൻ പിന്നെ ഈ സ്റ്റുഡിയോയിൽ എനിക്ക് ശ്രീകാര്യത്ത് നാടകത്തിൻ്റെതിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ ശ്രീകാര്യത്ത് സ്റ്റുഡിയോ, അത് ഡബിങ് സ്റ്റുഡിയോ ആണ്. അല്ല, ഈ സ്റ്റുഡിയോയിൽ നമ്മൾ വന്നിട്ടാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് പോകുന്നത്. അത് ശരി. ഈ സ്റ്റുഡിയോ വന്നിട്ട് നമ്മൾ ലൊക്കേഷനിലോട്ട് ആദ്യമായിട്ട് വരുന്നത് ഈ സ്റ്റുഡിയോയിലാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പരസ്യമായിട്ട് നമ്മളൊരു ചെയ്യുന്നത്, അതായത് ആ വളയിട്ട് കൊടുക്കുന്ന ഒരു പരസ്യം ചെയ്യുന്നുണ്ടല്ലോ, ആ വളയിട്ട് കൊടുക്കുന്ന ആ പരസ്യം ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സീനിൽ അഭിനയിക്കുന്നത്.
അല്ലാതെ നമ്മൾ സാധാരണ വ്ളോഗ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നീട് ഇപ്പോൾ അമ്മച്ചിയായിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കത് ഒരു ഏപ്രിൽ ആ ഒരു ടൈമിന് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് വിഷുവിന് മുമ്പായിട്ട് ആ വീഡിയോ ഇടാന്നുള്ള രീതിയിലായിരിക്കുന്നത്. നമ്മൾ കുറച്ച് വീഡിയോ കിച്ചണിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്, അതൊക്കെ കിച്ചണിലും അതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ തീർന്നിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുക, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പാട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു വിഷുവിന് നമ്മൾ പിടിച്ചതിൽ എനിക്ക് കാണാൻ കൊതിയുള്ളത് ആ ഊമപ്പെണ്ണിൻ്റെ കാര്യങ്ങളൊന്ന് കാണാൻ കൊതി. അത് ആ ഊമപ്പെണ്ണിൻ്റെ ഞാൻ അപ്പോഴത്തന്നെ കരഞ്ഞുപോയി. അമ്മച്ചി ഇങ്ങനെയുണ്ട്, അതിന് സംസാരിക്കാത്ത പെണ്ണെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് അതിനെ ഒന്ന് കാണണമെന്നങ്ങ് തോന്നി, അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ഇതുപോലെയുള്ള ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈ വീഡിയോ, അപ്പോൾ അവർക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മച്ചിയുടെ വീട്ടിൽ തന്നെ. ഞങ്ങൾ രാവിലെ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ ചെയ്തതാണ്. അങ്ങനെ ചെറിയ രീതിയിൽ ഐഫോണിൽ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തു, അതിനുശേഷം പിന്നെ ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റി കൂടിയൊക്കെ സോണിയിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ വീട്ടിൻ്റെ മേളിലോടുന്നതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടയാളം, അതിനിടയ്ക്ക് ഞാൻ ചായ ഇടുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അമ്മച്ചിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം തന്നെയാണല്ലോ അതാണ് ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അത് മാത്രമല്ല, അമ്മച്ചിയുടെ ആ അഭിനയത്തിൽ എന്താണോ എനിക്ക് കിട്ടാനുള്ളത് ഒരു വർക്ക്ഷോപ്പാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യമാണ്, അത് മറ്റൊന്നുമല്ല. അപ്പോൾ അത് വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. 2015 മികച്ച രണ്ടാമത്തെ നടി പുരസ്കാരം കിട്ടിയത് അല്ലേ, ഹൗ ഓൾഡ് ആർ യുക്ക്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു നല്ലൊരു രീതിയിൽ നമുക്ക് നെഞ്ചിൽ കൊള്ളൂ എന്നൊക്കെ പറയല്ലേ, അല്ലേ, ഒരു കുത്തി നോവിക്കുന്ന ഒരു ഡയലോഗാണ് അമ്മച്ചി അത് പറഞ്ഞത്. എനിക്കൊന്ന് അമ്മച്ചിക്ക് അത് ഓർമ്മയുണ്ടോ ആ ഡയലോഗ്? ഓർമ്മയുണ്ട്.